സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഒരൊറ്റ ഫേസ് മാസ്ക് മാത്രം യൂസ് ചെയ്താൽ മതി. 3 ഇരട്ടി വരെ നമ്മുടെ നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ല പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെ യൂസ് ചെയ്താലും മാക്സിമം ഇതിന് ബെനിഫിറ്റ്സ് കിട്ടുമെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നാച്ചുറലായിട്ട് ഞാൻ ഷെയർ ചെയ്ത് പോകുന്നതാണ്. സോ അതൊക്കെ മിസ്സാക്കാതിരിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. എല്ലാവരും തന്നെ എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. സോ ആദ്യം ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തു. എപ്പോഴും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങളിലേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ തൈരാണ്. കുറച്ചും കൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 സ്പൂൺ തൈര് എടുക്കാം. അതിനുശേഷം നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറും തൈരും നന്നായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും ബെസ്റ്റാണ്. സോ ഈ 2 ഇൻഗ്രീഡിയൻസും നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. നിങ്ങൾക്ക് റോസ് വാട്ടർ എന്തായാലും എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. തൈര് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കുറേ ടിപ്സ്, കുറേ ഹോം റെമഡീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തൈരാണല്ലോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ തൈര് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ തൈര് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി വൈറ്റനപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തേനാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കുക. സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ആവുന്ന തേന് നോക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു 1/2 സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറാനും, നമുക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവാറില്ലേ മുഖത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോരോ നിറമായിരിക്കും. ചുണ്ടിന് ചുറ്റും വേറൊരു നിറം, കവിളിൽ വേറൊരു നിറം, അങ്ങനെയൊക്കെ ഉണ്ടാവത്തില്ലേ. അതൊക്കെ മാറ്റിയിട്ട് ഈവൻ സ്കിൻ ടോൺ തരാനായിട്ട് ഈ ഒരു സംഭവം നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു 1/2 സ്പൂൺ, കുഞ്ഞു സ്പൂണിൽ ഒരു 1/2 സ്പൂൺ തേനും കൂടെ ഇതിനോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങയുടെ നീരാണ്. ഞാനിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, അതുകൊണ്ടാണ് 2-3 ഡ്രോപ്പ് നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. കംപ്ലീറ്റ്ലി നാരങ്ങയുടെ നീരങ്ങ് ഒഴിവാക്കുക. അതല്ല നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് പിമ്പിൾസൊക്കെ വരുന്ന സ്കിന്നാണ്, ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലിനെസ് കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസിൻ്റെ ആ ഒരു റെഡ്നെസ്, ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ഡ്രോപ്പ് ഇടയ്ക്ക് വർഷത്തിൽ 1-2 തവണ മാത്രം നാരങ്ങയുടെ നീര് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. ചേർക്കുന്നവരാണെങ്കിൽ രാവിലെ പുറത്ത് പോകുമ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇത് നൈറ്റ് ടൈമിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഒരു പാക്ക് കംപ്ലീറ്റ്ലി നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കടലമാവ് ചേർത്ത് കുറച്ച് തിക്കാക്കി എടുത്ത് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഡബിൾ കോട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഫസ്റ്റ് തന്നെ ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു പാക്ക് ആയതുകൊണ്ട് കുറച്ച് വാട്ടറി ആണല്ലോ, നന്നായിട്ട് ബ്രഷ് വെച്ച് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ്. അതുകൊണ്ട് തന്നെ വാട്ടറി ആയിട്ടുള്ള ഒരു പാക്കായിരിക്കും. പക്ഷേ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇതിലും ബെസ്റ്റ് വേറെ ഒന്നുമില്ല. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. തൈരൊക്കെ പെട്ടെന്ന് 3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സൺ ടാൻ മുഴുവനായിട്ട് മാറ്റാൻ സഹായിക്കും. ഇത് നിങ്ങൾക്ക് മുഖത്ത് മാത്രമല്ല കേട്ടോ, കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ തൈരിൽ നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് കണ്ടൻസ് ഉണ്ട്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഒരു യങ് ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും. ഒരു യൂത്ത്ഫുൾ ഗ്ലോ തരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോസ് വാട്ടറിൻ്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നന്നായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റൻ അപ്പ് ആവാനും അതുപോലെ തന്നെ ഒരു പിങ്ക് ഗ്ലോ തരാനും ഫ്രഷ്നെസ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. സോ നിങ്ങൾ റോസ് വാട്ടർ മസ്റ്റായിട്ട് എടുക്കുക. സൂപ്പർ വർക്കിംഗ് ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് റോസ് വാട്ടർ എടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് റോസ് വാട്ടർ തന്നെയാണ്. സോ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്തിൽ. ഇതിപ്പോൾ ലൈറ്റ് അല്ലേ, നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ കാണാമല്ലോ. ചെറിയ ലൈറ്റായിട്ടുള്ളൊരു പാക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് ഒരു കോട്ടും കൂടെ കൊടുക്കാം. വേറെ കവർ ചെയ്യാനോ വേറെ
ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. ഒന്നും കൂടെ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഞാൻ കൈ കൊണ്ടും അല്ല അപ്ലൈ ചെയ്ത ബ്രഷ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബ്രഷ് ഇത് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് തരാനായിട്ട്, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് അടിപൊളിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. കുറച്ച് പൊടിക്കൈകളൊക്കെ ഞാൻ വീഡിയോയിൽ പറയും. സോ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാലേ ആ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നന്നായിട്ട് ഒരു രണ്ടാമത്തെ കോട്ടും കൂടെ കൊടുത്ത് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അവിടെയൊക്കെ നല്ല രീതിയിലൊരു കോട്ടൺ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. ടോട്ടൽ 15 മിനിറ്റ്. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ടോട്ടലി ഒരു 20 മിനിറ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. സാധാരണ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. സോപ്പ് ഒന്നും യൂസ് ചെയ്ത് കഴുകണ്ട കേട്ടോ. നമ്മളിത് ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സോപ്പോ ഫേസ് വാഷോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി. നിങ്ങൾക്കിനി ഓയിലിനെസ് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകുന്നതും നല്ലതാണ്. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസറോ നമ്മുടെ ടോണറോ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ സാധാരണ നൈറ്റ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെയിൻലി ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. വേറൊന്നും കൊണ്ടല്ല. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്. നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. സോ നന്നായിട്ട് ഒരു മസാജ് കൊടുക്കുക അലോവേര ജെല്ല് വെച്ചിട്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ കണ്ണിനവിടെയൊക്കെ ആയിട്ട് ഒരു ചെറിയ കോട്ട് അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. നന്നായിട്ട് സൂത്തൻ ചെയ്യും. അലോവേര ജെല്ലൊക്കെ ഒരു ചെറിയ തണുപ്പുണ്ടായിരിക്കും. അതിപ്പോൾ നാച്ചുറൽ അലോവേര ജെല്ലായാലും അങ്ങനെ തന്നെയാണ്. അത് ഒന്ന് നമ്മൾ കണ്ണിന് താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ ഒരു ടയേർഡ്നെസ് ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അവിടുത്തെ സ്കിന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏജിങ് തോന്നിക്കുന്നതാണ്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ടിപ്സ് എല്ലാം തന്നെ ഫോളോ ചെയ്യണം. ഈ പാക്കും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ ബൈ.